Welcome back to Plus One Physics. Chapter 3 Motion in a Straight Line. ഈ ചാപ്റ്ററിൽ നിന്ന് ടൈം ഓഫ് അസെൻറ്റ്, ടൈം ഓഫ് ഡിസെൻറ്റ് എന്ന ടോപ്പിക്കുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ടൈം ഓഫ് അസെൻറ്റ് എന്ന് നോക്കാം. ഇതിനെ T1 എന്നാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. The time taken by a body thrown up to reach maximum height is called time of ascent. നമ്മൾ മുകളിലേക്ക് വെർട്ടിക്കലായിട്ട് വിക്ഷേപിക്കുന്ന ഒരു വസ്തു അല്ലെങ്കിൽ നേരെ കുത്തനെ മുകളിലേക്ക് എറിയുന്ന ഒരു വസ്തു മാക്സിമം ഒരു ഹൈറ്റിൽ എത്തിച്ചേരും. ഒരു മാക്സിമം ഹൈറ്റിൽ വരെ എത്തിയതിനു ശേഷം അത് താഴേക്ക് പതിക്കും നമുക്കറിയാം. അപ്പോൾ നമ്മൾ വെർട്ടിക്കലി അപ്വേർഡ് മോഷനിൽ വിക്ഷേപിക്കുന്ന ഒരു വസ്തു ഒരു മാക്സിമം ഹൈറ്റിൽ എത്തിച്ചേരാൻ എടുക്കുന്ന ടൈമിന് നമ്മൾ പറയുന്ന പേരാണ് ടൈം ഓഫ് അസെൻറ്റ്. ടൈം ഓഫ് അസെൻറ്റ് എന്ന് പറഞ്ഞാൽ ദ ടൈം ടേക്കൺ ബൈ എ ബോഡി ത്രോൺ അപ്പ് ടു റീച്ച് മാക്സിമം ഹൈറ്റ്. മാക്സിമം ഹൈറ്റിൽ വെർട്ടിക്കൽ മോഷനിലുള്ള ഒരു വസ്തു എത്തിച്ചേരാൻ എടുക്കുന്ന ടൈമിനാണ് ടൈം ഓഫ് അസെൻറ്റ് എന്ന് പറയുന്നത്. കൺസിഡർ എ ബോഡി ത്രോൺ വെർട്ടിക്കലി അപ്പ് വിത്ത് ആൻ ഇനീഷ്യൽ വെലോസിറ്റി യു. ഇനീഷ്യൽ വെലോസിറ്റി യുവിൽ നമ്മളൊരു വസ്തുവിനെ മുകളിലേക്ക് എറിയുന്നു. ലെറ്റ് T1 ബി ദ ടൈം ഓഫ് അസെൻറ്റ്. അത് മാക്സിമം ഹൈറ്റിൽ എത്തിച്ചേരാൻ എടുക്കുന്ന ടൈം T1 ആണെന്ന് വിചാരിക്കുക. ആൻഡ് മൈനസ് ജി ബി ദ ആക്സിലറേഷൻ. എന്തുകൊണ്ടാണ് മൈനസ് ജി വരുന്നത്? നമ്മൾ പറഞ്ഞു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. വെർട്ടിക്കൽ മോഷനിലാണ് വസ്തു, അപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി മുകളിലേക്കാണ് വസ്തു സഞ്ചരിക്കുന്നതെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നെഗറ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ വെർട്ടിക്കലി അപ്വേർഡ് മോഷനിലാണ് വസ്തു മൂവ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇവിടെ മൈനസ് ജി വന്നിരിക്കുന്നത്. നമുക്കറിയാം വെലോസിറ്റി ടൈം റിലേഷൻ V is equal to U plus AT നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി മാക്സിമം ഹൈറ്റിൽ എത്തിച്ചേരുമ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടുന്ന് താഴെ നിന്ന് മുകളിലേക്ക് എറിയുന്ന വസ്തു മുകളിലേക്ക് പോകുന്നതോറും അതിൻ്റെ വെലോസിറ്റി കുറഞ്ഞ് മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോൾ എന്താവും? അത് റെസ്റ്റിലാവും. അടുത്ത നിമിഷം അതെന്ത് ചെയ്യും? താഴേക്ക് പതിക്കാൻ തുടങ്ങും. അപ്പോൾ ഇവിടുന്ന് എറിയുന്ന വസ്തു മാക്സിമം ഹൈറ്റിൽ എത്തിച്ചേരുമ്പോൾ അതിൻ്റെ വെലോസിറ്റി 0 ആയിട്ട് മാറും. എന്ന് വെച്ചാൽ ഫൈനൽ വെലോസിറ്റിയാണ് അവിടെ 0 ആയിട്ട് മാറുന്നത്. ഇനിഷ്യൽ വെലോസിറ്റി യുവിൽ നമ്മൾ വിക്ഷേപിക്കുന്ന വസ്തു മുകളിലേക്ക് പോകുന്നതും അതിൻ്റെ വെലോസിറ്റി കുറഞ്ഞ് മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്തായി മാറും? 0. അപ്പോൾ അതുകൊണ്ട് ഫൈനൽ വെലോസിറ്റി 0 ആയിരിക്കും. ഇനി അതുപോലെ തന്നെ നമുക്കറിയാം ജി എന്ന് പറയുന്നത് ഇവിടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? മൈനസ് ജി ആണ്. അതുപോലെ ടൈം ടേക്കൺ ടു റീച്ച് ദ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് T1 ആണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂസ് വിയുടെ വാല്യൂ 0 ആണ്. യു എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റി ആണ്. എക്ക് പകരം നമുക്ക് മൈനസ് ജി കൊടുക്കാം. അതുപോലെ ടി എന്നുള്ളതിന് പകരം നമുക്ക് T1 എന്ന് കൊടുക്കാം. ദെൻ the above equation becomes 0 is equal to u minus gt1 എന്ന് കിട്ടും. 0 is equal to u minus gt1. ഇനി ഇതിൽ നമുക്ക് കണ്ടുപിടിക്കുന്നത് T1 ആണ്. അപ്പോൾ gt1 എന്നുള്ള ടേമിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റുന്നു. gt1 is equal to u എന്ന് കിട്ടും. T1 is equal to u by g എന്ന് നമുക്ക് കിട്ടും. ടൈം ഓഫ് അസെൻറ്റ് T1 is equal to u by g എന്ന് കിട്ടും. ടൈം ഓഫ് അസെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു എക്സ്പ്രഷനാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. T1 is equal to u by g. Maximum height. The maximum vertical displacement of a body during its vertical motion is called maximum height. നമ്മളിപ്പോൾ പറഞ്ഞു വെർട്ടിക്കൽ മോഷനിൽ മുകളിലേക്ക് സഞ്ചരിക്കുന്ന ഒരു വസ്തു ഒരു മാക്സിമം ഹൈറ്റിൽ എത്തിച്ചേരും. അതിനെടുക്കുന്ന ടൈമാണ് നമ്മൾ ടൈം ഓഫ് അസെൻറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ എവിടെ നിന്നാണോ വസ്തുവിനെ വിക്ഷേപിച്ചത് അവിടുന്ന് മാക്സിമം എത്രമാത്രം ഡിസ്പ്ലേസ്മെന്റ് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് വസ്തുവിനുണ്ടായോ ആ ഡിസ്പ്ലേസ്മെന്റിന് നമ്മൾ പറയുന്ന പേരാണ് മാക്സിമം ഹൈറ്റ്. അപ്പോൾ വസ്തുവിനെ വിക്ഷേപിച്ച സ്ഥലത്തു നിന്ന് വസ്തു മാക്സിമം ഒരു ഉയരത്തിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറഞ്ഞു. ആ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റിനാണ് നമ്മൾ മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് ബൈ ദ ബോഡി എന്ന് പറയുന്നത്. ദ മാക്സിമം വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ ബോഡി ഡ്യൂറിംഗ് ഇറ്റ്സ് വെർട്ടിക്കൽ മോഷൻ ഈസ് കോൾഡ് മാക്സിമം ഹൈറ്റ്. കൺസിഡർ എ ബോഡി ത്രോൺ വെർട്ടിക്കലി അപ്പ് വിത്ത് ആൻ ഇനിഷ്യൽ വെലോസിറ്റി യു. യു എന്ന് പറയുന്ന ഇനിഷ്യൽ വെലോസിറ്റിയിൽ നമ്മളൊരു വസ്തുവിനെ വെർട്ടിക്കൽ അപ്വേർഡ് ഡയറക്ഷനിലേക്ക് വിക്ഷേപിക്കുന്നു. ലെറ്റ് T1 ബി ദ ടൈം ഓഫ് അസെൻറ്റ്. അത് ഹൈറ്റ് മാക്സിമം ഹൈറ്റിൽ എത്തിച്ചേരാൻ എടുക്കുന്ന ടൈം T1 ആണ്. ആൻഡ് മൈനസ് ജി ബി ദ ആക്സിലറേഷൻ. വെർട്ടിക്കൽ മോഷൻ അപ്വേർഡ് ഡയറക്ഷൻ ആയതുകൊണ്ട് ഈ ആക്സിലറേഷൻ എന്ന് പറയുന്നത് മൈനസ് ജി ആയിരിക്കും. ഇനി അറ്റ് ദ മാക്സിമം ഹൈറ്റ് എച്ച്. മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് എച്ച് എന്ന് പറയുന്ന മാക്സിമം ഹൈറ്റിലാണ് വസ്തു എത്തിച്ചേരുന്നത് നമ്മൾ പറഞ്ഞു. അല്ലെങ്കിൽ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എച്ച് ആണ്.
അവിടെ വസ്തുവിന്റെ വെലോസിറ്റി എത്രയായിരിക്കും? 0 ആണ് നമ്മൾ പറഞ്ഞു. അതായത് ഫൈനൽ വെലോസിറ്റി 0 ആണ്. അപ്വേർഡ് മോഷനിൽ വസ്തു മുകളിൽ എത്തിച്ചേരുമ്പോൾ, മാക്സിമം ഹൈറ്റിൽ എത്തിച്ചേരുമ്പോൾ അതിന്റെ വെലോസിറ്റി 0 ആയിരിക്കും. അതുകൊണ്ട് ഫൈനൽ വെലോസിറ്റി 0 നമുക്ക് എടുക്കാം. പൊസിഷൻ വെലോസിറ്റി റിലേഷൻ അനുസരിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് v സ്ക്വയർ ഈസ് ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. v സ്ക്വയർ ഈസ് ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as. v സ്ക്വയർ എന്ന് പറയുന്നത്, v എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി ആണ്, u എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റി ആണ്, 2 ഇൻറ്റു ആക്സിലറേഷൻ ഇൻറ്റു ഇറ്റ്സ് ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ ഫൈനൽ വെലോസിറ്റി 0 ആണ്. അതുകൊണ്ട് v സ്ക്വയറിന്റെ വാല്യൂ എന്തായി മാറും? 0 ആയി മാറും. u സ്ക്വയർ മൈനസ് 2 ഇൻറ്റു gh. എന്തുകൊണ്ടാണ് മൈനസ് വന്നത്? ഇവിടെ ഒരു മൈനസ് ജി ആണ്. മൈനസ് ജി ഇൻറ്റു 2 ഇൻറ്റു എസിന് പകരം നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ആണ് എസ് എന്ന് പറയുന്നത്. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മാക്സിമം വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നതിന്റെ മാക്സിമം ഹൈറ്റ് ആണ്. അതുകൊണ്ട് എസ് എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റിന് പകരം നമുക്ക് ഇവിടെ എച്ച് എന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും 0 ഈസ് ഈക്വൽ ടു യു സ്ക്വയർ മൈനസ് 2ah എന്ന് കിട്ടും. Therefore the maximum height h is equal to u square by 2g. h is equal to u square by 2g. Time of descent T2. The time taken by a freely falling body to reach the ground from maximum height is called time of descent. നമ്മൾ പറഞ്ഞു പോയിന്റ് ഓഫ് പ്രൊജക്ഷനിൽ നിന്ന് മാക്സിമം ഹൈറ്റിലേക്ക് നമ്മൾ വിക്ഷേപിച്ചു. മാക്സിമം ഹൈറ്റിൽ എത്തിയതിനു ശേഷം വസ്തു മുകളിൽ നിന്ന് താഴേക്ക് വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ട് അത് ഫാൾ ചെയ്യും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ഹൈറ്റിൽ നിന്ന് അത് താഴെ എത്തിച്ചേരാൻ എടുക്കുന്ന ടൈം, ഗ്രൗണ്ടിൽ എത്തിച്ചേരാൻ അല്ലെങ്കിൽ പോയിന്റ് ഓഫ് പ്രൊജക്ഷനിൽ എത്തിച്ചേരാൻ എടുക്കുന്ന ടൈമിന് നമ്മൾ പറയുന്ന പേരാണ് ടൈം ഓഫ് ഡിസെന്റ് എന്ന് പറയുന്നത്. ദ ടൈം ടേക്കൺ ബൈ എ ഫ്രീലി ഫാളിംഗ് ബോഡി ടു റീച്ച് ദ ഗ്രൗണ്ട് ഫ്രം മാക്സിമം ഹൈറ്റ് ഈസ് കോൾഡ് ടൈം ഓഫ് ഡിസെന്റ്. ഡ്യൂറിംഗ് ഡൗൺവേർഡ് മോഷൻ നമ്മൾ പറഞ്ഞു മാക്സിമം ഹൈറ്റിൽ എത്തിയതിനു ശേഷം വസ്തു താഴേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങിയാണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് അപ്വേർഡ് മോഷനാണ് പറഞ്ഞത്. ഇപ്പോൾ വസ്തു മുകളിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന ആ മോഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ മുകളിൽ നിന്ന് വസ്തു സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം മുകളിൽ എത്തിച്ചേരുമ്പോൾ വസ്തു റെസ്റ്റിലാകും നമ്മൾ പറഞ്ഞു. അപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് പതിക്കാൻ തുടങ്ങുന്ന സമയത്ത് വസ്തുവിന്റെ ഇനിഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. താഴെ നിന്ന് മുകളിൽ എത്തുമ്പോൾ വസ്തു റെസ്റ്റിലാകും. പിന്നെ റെസ്റ്റിൽ നിന്നാണ് താഴേക്ക് വസ്തു സഞ്ചരിക്കാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഡൗൺവേർഡ് മോഷനിൽ u എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ അപ്വേർഡ് മോഷനിൽ ഫൈനൽ വെലോസിറ്റി 0 ആണ്. എന്നാൽ ഡൗൺവേർഡ് മോഷനിൽ ഇനിഷ്യൽ വെലോസിറ്റി ആണ് അവിടെ 0. 0യിൽ നിന്നാണ് വസ്തു താഴേക്ക് സഞ്ചരിക്കാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. ഇനി വസ്തു താഴേക്ക് പതിക്കുന്നത് കൊണ്ട് അതിന്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് g, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പോസിറ്റീവ് ആയിരിക്കും. നമുക്കറിയാം ഡൗൺവേർഡ് മോഷനിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്. അക്കോർഡിംഗ് ടു പൊസിഷൻ ടൈം റിലേഷൻ നമുക്ക് പഠിച്ചിട്ടുണ്ട്. പൊസിഷൻ ടൈം റിലേഷൻ എന്താണെന്ന് നമുക്കറിയാം. എന്താണ്? എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അതാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന പൊസിഷൻ ടൈം റിലേഷൻ. ഇവിടെ നമുക്ക് നമ്മളെ ഈ എസ് എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ മാക്സിമം ഹൈറ്റ് ആണ്. മാക്സിമം വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഈസ് മാക്സിമം ഹൈറ്റ്. അതിന് നമുക്ക് എസിന് പകരം നമുക്ക് ഇവിടെ എച്ച് എന്ന് കൊടുക്കാം. യു എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റി ആണ്. ടൈം എന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴെ എത്താൻ എടുക്കുന്ന ടൈം, അത് ടൈം ഓഫ് ഡിസെന്റ് ആണ്. നമ്മൾ അതിനെ T2 എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പ്ലസ് ഹാഫ് ഇൻറ്റു എക്ക് പകരം നമുക്ക് ജി എന്ന് കൊടുക്കാം. പിന്നെ ടിക്ക് പകരം T2 സ്ക്വയർ എന്ന് കൊടുക്കാം. ഇനി നമുക്കറിയാം ഇവിടെ യുവിന്റെ വാല്യൂ 0 ആയതുകൊണ്ട് ഈ ടേം 0 ആയി പോകും. പിന്നെ എച്ചിന് പകരം നമുക്ക് യു സ്ക്വയർ ബൈ 2g, എച്ച് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ 2g നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് യു സ്ക്വയർ ബൈ 2g എന്ന് കൊടുക്കാം. യു സ്ക്വയർ ബൈ 2g ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ജി ഇൻറ്റു T2 സ്ക്വയർ. അപ്പോൾ നമുക്ക് കിട്ടി യു സ്ക്വയർ ബൈ 2g ഇസ് ഈക്വൽ ടു ഹാഫ് ജി T2 സ്ക്വയർ നമുക്ക് കിട്ടും. ഇതിൽ നമുക്ക് T2 സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ ജി സ്ക്വയർ എന്ന് കണ്ടുപിടിക്കും. T2 സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് T2 സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ ജി സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് T2 ഇസ് ഈക്വൽ ടു T2 സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ ജി സ്ക്വയർ ആണെങ്കിൽ T2 ഇസ് ഈക്വൽ ടു യു ബൈ ജി എന്ന് കിട്ടും. ടൈം ഓഫ് ഡിസെന്റ് T2 ഇസ് ഈക്വൽ ടു യു ബൈ ജി. ഇനി നമുക്ക് ആദ്യം കിട്ടിയ ടൈം ഓഫ് അസെന്റിന്റെ എക്സ്പ്രഷൻ നമ്മൾ നോക്കാം. T1 ഇസ് ഈക്വൽ ടു യു ബൈ ജി എന്നാണ് നമുക്ക് ലഭിച്ചത്.
ഇവിടെ ടൈം ഓഫ് ഡിസെൻറ്റ് T2 ഈസ് ഈക്വൽ ടു U/G എന്ന് കിട്ടി. എന്ന് വെച്ചാൽ AR റെസിസ്റ്റൻസ് ഒന്നും നമ്മൾ കണക്കിലെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ARന്റെ റെസിസ്റ്റൻസ് ഉണ്ടാവും. വസ്തു ചലിക്കുന്ന സമയത്ത് ഒരു AR റെസിസ്റ്റൻസ് ഉണ്ടാവും. ഈ AR റെസിസ്റ്റൻസ് നമ്മൾ കണക്കിലെടുക്കുന്നില്ല എങ്കിൽ when a body is projected upwards the time of ascent is equal to time of descent. മുകളിലേക്ക് വിക്ഷേപിക്കുമ്പോൾ മാക്സിമം ഹൈറ്റിൽ എത്താൻ എടുക്കുന്ന ടൈമും മാക്സിമം ഹൈറ്റിൽ നിന്ന് താഴെ എത്താൻ എടുക്കുന്ന ടൈമും ഈക്വൽ ആയിരിക്കും. എയർ റെസിസ്റ്റൻസ് നമ്മൾ കണക്കിലെടുക്കുന്നില്ലെങ്കിൽ. അതാണ് പറഞ്ഞിരിക്കുന്നത് if the air resistance is not taken into account when a body is projected upwards the time of ascent is equal to time of descent. എയർ റെസിസ്റ്റൻസ് നമ്മൾ കണക്കിലെടുക്കുന്നില്ലെങ്കിൽ ടൈം ഓഫ് അസെന്റും ടൈം ഓഫ് ഡിസെന്റും ഈക്വൽ ആയിരിക്കും. അതാണ് നമുക്ക് കിട്ടിയ T1 ഈസ് ഈക്വൽ ടു U/G എന്ന് കിട്ടി, T2 ഈസ് ഈക്വൽ ടു U/G എന്ന് കിട്ടി. ഇത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് time of ascent is equal to time of descent. If air resistance is not taken into account, prove that time of ascent is equal to time of descent. Time of ascentും time of descentും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ടൈം ഓഫ് അസെന്റിന്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം, അതിനുശേഷം ടൈം ഓഫ് ഡിസെന്റിന്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യണം. T1 is equal to T2 ഇത് രണ്ടും ഈക്വൽ ആണെന്ന് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറയും. ഇനി ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാൻ പറയും. ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതിയാവും? ക്യാപിറ്റൽ T അല്ലെങ്കിൽ സ്മോൾ t നമ്മൾ T is equal to T1 plus T2 അതായത് ടൈം ഓഫ് അസെന്റ് പ്ലസ് ടൈം ഓഫ് ഡിസെന്റ് അതാണ് നമ്മൾക്ക് കിട്ടുന്ന ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? T1 plus T2 ആയിരിക്കും. T1 plus T2 അതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഇനി എയർ റെസിസ്റ്റൻസ് നമ്മൾ കണക്കിലെടുക്കുന്നുണ്ടെങ്കിൽ ഇതും ഒരു തവണ എക്സാമിന് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എയർ റെസിസ്റ്റൻസ് നമ്മൾ കണക്കിലെടുത്താൽ when a body is projected upwards time of descent is greater than time of ascent. Time of descent is greater than time of ascent എന്ന് വെച്ചാൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ടൈം ഓഫ് ഡിസെന്റ് മുകളിൽ നിന്ന് താഴെ എത്താൻ എടുക്കുന്ന ടൈം കൂടുതലായിരിക്കും. അതാണ് പറഞ്ഞിരിക്കുന്നത് ടൈം ഓഫ് ഡിസെന്റ് ഈസ് ഗ്രേറ്റർ ദാൻ ടൈം ഓഫ് അസെന്റ്. ടൈം ഓഫ് അസെന്റിനേക്കാൾ കൂടുതലായിരിക്കും ടൈം ഓഫ് ഡിസെന്റ്. ഇത് പ്രൂവ് ചെയ്യാൻ നമ്മളോട് പറയും. എയർ റെസിസ്റ്റൻസ് കണക്കിലെടുക്കുമ്പോൾ when a body is projected upwards time of descent is greater than time of ascent. അതിനായി നമ്മൾ ഇവിടെ U എന്ന് പറയുന്ന ഒരു ഇനിഷ്യൽ വെലോസിറ്റി കൺസിഡർ ചെയ്യുകയാണ്. വസ്തുവിന്റെ ഇനിഷ്യൽ വെലോസിറ്റി U എന്നെടുക്കുന്നു. നമുക്കറിയാം ടൈം ഓഫ് അസെന്റ് T is equal to U/G എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. T1 is equal to U/G എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഒരു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജിക്ക് എതിരായി ഒരു വസ്തു മൂവ് ചെയ്യുകയാണ്, അപ്വേർഡ് മോഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവിടെ ഈ U is equal to G+A വസ്തുവിന്റെ ആക്സിലറേഷൻ A ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ U is equal to G+A എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ യൂസ് ചെയ്യാറുണ്ട്. ഇത് നമ്മൾ അടുത്ത ചാപ്റ്ററുകളിൽ ഡീറ്റെയിൽ ആയിട്ട് ഇതെങ്ങനെയാണ് വന്നതെന്നും എങ്ങനെയാണ് ഇത് കണക്കിലെടുക്കുന്നതെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്വേർഡ് മോഷനും ഡൗൺവേർഡ് മോഷനും വരുന്ന സമയത്ത് ജിയുടെ വാല്യൂവിന് എന്തൊക്കെ വ്യത്യാസമാണ് വരുന്നത് നമ്മൾ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ മാത്രം ഓർന്നാൽ മതി. അതായത് ടൈം ഓഫ് അസെന്റ് എന്ന് പറയുന്നത് T1 is equal to U/G+A എന്നായിട്ട് മാറും. ഇനി മാക്സിമം ഹൈറ്റിൽ എത്തുന്ന സമയത്ത് നമുക്ക് U²/2G എന്നാണ് U²/2 into G+A എന്ന് എക്സ്പ്രഷൻ മാറും. ഇത് നമ്മൾ പറഞ്ഞിരിക്കുന്ന വസ്തുവിന്റെ അപ്വേർഡ് മോഷന്റെ കേസാണ് നമ്മൾ പറയുന്നത്. ഇനി നമ്മളോട് പറയുവാണ് അക്കോർഡിംഗ് ടു പൊസിഷൻ ടൈം റിലേഷനിൽ നമ്മളോട് പറയുകയാണ് x is equal to ut plus half at square ആണ്. നമുക്കറിയാം പൊസിഷൻ ടൈം റിലേഷൻ അനുസരിച്ച് x is equal to ut plus half at square ആണ്. ഇനി ഡൗൺവേർഡ് മോഷൻ ആണെന്നുണ്ടെങ്കിൽ എക്സിന്റെ വാല്യൂ നമ്മൾ പറഞ്ഞു എന്താണ്? h ആണ്. അതായത് എക്സ് എന്ന് പറയുന്നത് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ്. അത് നമ്മളിവിടെ h ആയിട്ടാണ് എടുക്കുന്നത്. ഇനി ഡൗൺവേർഡ് മോഷന്റെ കേസിൽ ഇനിഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. അതുപോലെ ടൈം എന്ന് പറയുന്നത് മുകളിൽ നിന്നും താഴെ എത്താൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് T2 ആണ്, ടൈം ഓഫ് ഡിസെന്റ് ആണ്. അപ്പോൾ നമുക്ക് ഡൗൺവേർഡ് മോഷന്റെ കേസിൽ എക്സിന് പകരം നമുക്ക് h എന്ന് യൂസ് ചെയ്യാം, u എന്ന് പറയുന്നത് 0 ആയിട്ട് എടുക്കാം, t എന്ന് പറയുന്നത് T2 ആയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമുക്ക് പൊസിഷൻ ടൈം റിലേഷൻ എന്ത് വ്യത്യാസമാണ് വരുന്നതെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. പൊസിഷൻ ടൈം റിലേഷൻ നമുക്ക് എക്സ് എന്നുള്ളത് h ആണ്. എച്ചിന് പകരം നമുക്ക് U²/2 into G+A എന്ന് എടുക്കാം. എച്ചിന് പകരം U²/2 into G+A അതാണ് ഇവിടെ എടുത്തിരിക്കുന്നത് U²/2 into G+A. ഇനി U into T എന്നുള്ള ടൈം 0 ആയി പോകും. അതുകൊണ്ടാണ്
യുവിൻ്റെ വാല്യൂ 0 ആണ്, അതുകൊണ്ട് ഈ ടേം 0 ആയി പോകും. പിന്നെ എന്താണുള്ളത്, ഹാഫ് ഇൻറ്റു എ ഇൻറ്റു ടി സ്ക്വയർ. അതിന് പകരം നമുക്കിങ്ങനെ എഴുതാം, ഹാഫ് ഇൻറ്റു, ഇനി താഴേക്കാണ് വസ്തു പതിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ജി മൈനസ് എ എന്നായിട്ട് മാറും. എന്താണ്, ഹാഫ് ഇൻറ്റു ജി മൈനസ് എ ഇൻറ്റു ഇനി T2 സ്ക്വയർ എന്ന് പോകും. ടി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു താഴേക്ക് പതിക്കുന്ന സമയത്ത് T2 ആണ്, അതുകൊണ്ട് T2 സ്ക്വയർ എന്ന് പോകും. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന ഇക്വേഷൻ്റെ അകത്തുനിന്ന് രണ്ട് സൈഡിൽ നിന്നും 2 ക്യാൻസൽ ആയി പോകും. 2 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ യു സ്ക്വയർ ഡിവൈഡ് ബൈ ജി പ്ലസ് എ ഇസ് ഈക്വൽ ടു ജി പ്ലസ് എ ഇൻറ്റു T2 സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ യു സ്ക്വയർ ഡിവൈഡ് ബൈ ജി പ്ലസ് എ ഇസ് ഈക്വൽ ടു ജി മൈനസ് എ ഇൻറ്റു T2 സ്ക്വയർ എന്ന് കിട്ടും. T2 സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇതിൽ നമുക്ക് T2 സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ അവിടെ ഉണ്ടായിരുന്ന ടേമിനെ കൂടെ റൈറ്റ് സൈഡിലേക്ക് മാറ്റുകയാണ്. അപ്പം T2 സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ ഡിവൈഡ് ബൈ ജി പ്ലസ് എ ഇൻറ്റു ജി മൈനസ് എ. T2 സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ ഡിവൈഡ് ബൈ ജി പ്ലസ് എ ഇൻറ്റു ജി മൈനസ് എ എന്ന് കിട്ടും. ഇനി നമുക്ക് T2 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. അപ്പോൾ യു സ്ക്വയറിന് സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ യു എന്ന് കിട്ടും. ഇനി ജി പ്ലസ് എ ഇൻറ്റു ജി മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ജി പ്ലസ് എ ഇൻറ്റു ജി മൈനസ് എ. അപ്പോൾ ഇവിടെ T2 സ്ക്വയർ ആണ്, ഇവിടെ നമ്മൾ അതിൻ്റെ T2 കണ്ടുപിടിക്കുന്നു, അതിനുവേണ്ടി സ്ക്വയർ റൂട്ട് എടുക്കുന്നു. യു സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ യു എന്ന് കിട്ടും. ജി പ്ലസ് എ ഇൻറ്റു ജി മൈനസ് എയുടെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് ജി പ്ലസ് എ ഇൻറ്റു ജി മൈനസ് എ എന്ന് കിട്ടി. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ഒരു ജി പ്ലസ് എ റൂട്ട് ഓഫ് ജി പ്ലസ് എ കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഈ ടേം നമ്മൾ പഴയ പോലെ തന്നെ യു ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ജി പ്ലസ് എ ഇൻറ്റു ജി മൈനസ് എ ഇൻറ്റു റൂട്ട് ഓഫ് ജി പ്ലസ് എ ഡിവൈഡ് ബൈ ജി പ്ലസ് എ. അതുകൊണ്ട് നമ്മൾ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ റൂട്ട് ഓഫ് ജി പ്ലസ് എ ഇൻറ്റു റൂട്ട് ഓഫ് ജി പ്ലസ് എ എന്ന് വരും. റൂട്ട് ഓഫ് ജി പ്ലസ് എ ഇവിടെ ഒരു ടേം ഉണ്ട്, അതുപോലെ ഇവിടെ റൂട്ട് ഓഫ് ജി പ്ലസ് എ ഉണ്ട്. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് ജി പ്ലസ് എ എന്നായിട്ട് മാറും. അപ്പോൾ യു ഡിവൈഡ് ബൈ ജി പ്ലസ് എ, ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു, യു ഡിവൈഡ് ബൈ ജി പ്ലസ് എ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ്, ഇവിടെ ഒരു ജി പ്ലസ് എ ഉണ്ടായിരുന്നു, ഇവിടെ നിന്ന് ഒരു ജി മൈനസ് എ വന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, യു ഡിവൈഡ് ബൈ ജി പ്ലസ് എ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് ജി പ്ലസ് എ ഡിവൈഡ് ബൈ ജി മൈനസ് എ. ഇനി ഇവിടെ നോക്കുക, T2 ഇസ് ഈക്വൽ ടു, നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഇതാണ്, T2 ഇസ് ഈക്വൽ ടു യു ഡിവൈഡ് ബൈ ജി പ്ലസ് എ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് ജി പ്ലസ് എ ഡിവൈഡ് ബൈ ജി മൈനസ് എ എന്നാണ്. ഇനി യു ഡിവൈഡ് ബൈ ജി പ്ലസ് എ എന്ന് പറയുന്നത് T1 ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി തൊട്ട് മുമ്പ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. T1 എന്ന് പറയുന്നത് യു ഡിവൈഡ് ബൈ ജി പ്ലസ് എ ആണെന്ന് ആദ്യം നമ്മൾ പറഞ്ഞു, അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് T2നെ നമുക്ക് ഇങ്ങനെ എഴുതാം, T2 ഇസ് ഈക്വൽ ടു T1 ഇൻറ്റു, ഇത് T1 ആണ്, T1 ഇൻറ്റു റൂട്ട് ഓഫ് ജി പ്ലസ് എ ഡിവൈഡ് ബൈ ജി മൈനസ് എ എന്ന് പറഞ്ഞാൽ T2 എന്ന് പറയുന്നത് T1 ഇൻറ്റു ഈ ടേം, T1ൻ്റെ ഈ ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഈക്വൽ ആണ് T2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T1നേക്കാളും കൂടുതലാണ് T2. ദാറ്റ് ഈസ് T2 ഈസ് ഗ്രേറ്റർ ദാൻ T1. ഇതിൽ നമുക്ക് മനസ്സിലാവും T2 എന്ന് പറയുന്നത് T1നെ ഈ ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഈക്വൽ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T1നേക്കാളും കൂടുതലാണ് T1നേക്കാളും കൂടുതലാണ് T2. ടൈം ഓഫ് ഡിസെൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ടൈം ഓഫ് അസെൻറ്റ്. ഇതിൽ നിന്ന് നമുക്ക് പറയാം ടൈം ഓഫ് ഡിസെൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ടൈം ഓഫ് അസെൻറ്റ്. ഇപ്പോൾ ടൈം ഓഫ് അസെൻറ്റ് എന്താണ്, ടൈം ഓഫ് ഡിസെൻറ്റ് എന്താണ്, മാക്സിമം ഹൈറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഇനി ടൈം ഓഫ് അസെൻറ്റും ടൈം ഓഫ് ഡിസെൻറ്റും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം പറഞ്ഞു. അതുപോലെ ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാൻ ടൈം ഓഫ് അസെൻറ്റും ടൈം ഓഫ് ഡിസെൻറ്റും ആഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എയർ റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യുന്ന കേസിൽ നമ്മൾ ടൈം ഓഫ് ഡിസെൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ടൈം ഓഫ് അസെൻറ്റ് എന്ന് പ്രൂവ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചത്. ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആ ഡെറിവേഷൻസ് ഒന്ന് എഴുതി നോക്കണം, എങ്കിൽ മാത്രമേ ക്ലിയർ ആകുകയുള്ളൂ. അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.